കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുക. ശരി, കർശന ഉപാധികളോടെയല്ലേ വിഷ്ണു ജാമ്യം നൽകിയത്? ഇനി കോടതിയിൽ നിന്ന് പലതരത്തിലുള്ള ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഇനി കർശന ഉപാധികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പ്രത്യേക വിവരങ്ങൾ നമുക്ക് ഇനി കോടതി ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഏതായാലും പല ഉപാധികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻപിലേക്ക് കോടതി വെച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ ജാമ്യം ലഭിച്ചിരുന്നു. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഏത് തരത്തിൽ ഉപാധികളാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത് എന്നറിയാൻ സാധിക്കും. ശരി, ഈ നേരത്തെ 2 പരാതികൾ, പീഡന പരാതികൾ കൂടിയുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആ പരാതികളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലേ അന്വേഷണ സംഘം? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത് 3ാം ബലാത്സംഗ കേസാണ്. ബാക്കി 2 ബലാത്സംഗ കേസുകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കോടതി ജാമ്യം നൽകിയിരുന്നു. പക്ഷെ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈൻ വഴി രേഖപ്പെടുത്തിയാണ് പരാതി ഉൾപ്പെടെ സ്വീകരിച്ചത്. നേരിട്ടുള്ളൊരു പരാതി യുവതി നൽകിയിരുന്നില്ല. വീഡിയോ കോൺഫറൻസ് മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി സമർപ്പിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയേ നിങ്ങള്. എത്രമാത്രം വലിയ കുരുപൊട്ടലാണ്, അസഹിഷ്ണുതയാണ് കേരളത്തിലെ മാപ്രകൾക്കെന്ന് നോക്കിയേ നിങ്ങൾ. കേരളത്തിലെ മാധ്യമങ്ങളുടെ അവരുടെ അജണ്ടകൾ പൊളിഞ്ഞു വീഴുമ്പോൾ ഇവരുടെ ഒരു വെപ്രാളം, ഒരു തത്രപ്പാട് എത്രമാത്രം വലുതാണെന്ന് നോക്കിയേ. ഇപ്പോൾ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ പരാതിക്കാരി പറയുന്ന വാദങ്ങളെയൊക്കെ തള്ളി, പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും തള്ളി, അതിനുള്ള തെളിവുകളൊക്കെ രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കി. ഈ പറയുന്ന ബലാത്സംഗമാണ്, പീഡനമാണ്, ക്രൂരതയാണ്, മർദ്ദനമാണ്, സാമ്പത്തിക ചൂഷണമാണ് എന്നൊക്കെ പറഞ്ഞതിനെ എല്ലാം കോടതി തള്ളുന്നു. അപ്പോ ഇതിനെയൊക്കെ കോടതി തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, മാപ്രകൾക്ക്, വേശ്യാ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു കുരുപൊട്ടലാണ്. നമ്മള് രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങാടിയിൽ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കുറെ ആളുകളെ കാണാറുണ്ട്. പട്ടിണി കാരണം, മക്കളുടെ പട്ടിണി കാരണം ജീവിക്കാൻ വകയില്ലാതെ ഗതിമുട്ടിയിട്ട് ശരീരം വിൽക്കാൻ ഇറങ്ങുന്ന കുറെ ആളുകൾ. ആ ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ അന്തസ്സുണ്ട് എന്നുള്ളതാണ്. കാരണം അവരൊക്കെ ഈ പോയി കിടന്നു കൊടുത്തിട്ട് അവസാനം കാശും വാങ്ങി പോക്കറ്റിലിട്ട് പോയിട്ട് ആ കാശിന് സ്വന്തം മക്കളുടെ പട്ടിണി മാറ്റാനാണ് അവർ നോക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് അവരാരും കിടക്കാറില്ല. എന്നാൽ കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ നടത്തുന്ന ഏർപ്പാടുകൾ നോക്കിയേ. ഇപ്പോ കോടതി ഇവർ പറയുന്നത് എന്താണ്? ഈ വേശ്യാ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പരാതിക്കാരി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ മറ്റൊരാൾക്കെതിരെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചാൽ അതൊക്കെ കോടതി വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കോടതിയെ വെല്ലുവിളിക്കുക, കോടതിയെ ചോദ്യം ചെയ്യുക, കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കോടതിയേക്കാൾ വലിയ കോടതിയാവാൻ മാധ്യമങ്ങൾ മെനക്കെടുകയാണ്. അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഹീനമായ പ്രവൃത്തി! രാജ്യത്തിൻ്റെ നിയമത്തെയും ജുഡീഷ്യറിയെയും പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക്, അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക്, ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാ. എന്താണ് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലെ, ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയിലെ ഈ മാധ്യമങ്ങൾക്കുള്ള ഒരു പങ്ക് എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. ഇവരുടെ മാധ്യമ പ്രവർത്തനം പോലും ജുഡീഷ്യറി അനുവദിച്ച് നൽകുന്ന ചില കിഴിവുകള്, ചില എന്താ പറയേണ്ടത്, വിട്ടുവീഴ്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഇവർക്കുള്ളത്. പിന്നെ കോടതി ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ നോക്കൂ. ഈ 1ഉം 2ഉം പരാതി ഇപ്പോൾ രാഹുലിന് ജാമ്യം നൽകിയതിൽ അത്രമാത്രം കുരുപൊട്ടുകയാണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താ? 1ഉം 2ഉം പരാതി കോടതി കണ്ടില്ലേ? പരാതിക്കാരി പറഞ്ഞത് കോടതി കണ്ടില്ലേ? പരാതിക്കാരിക്ക് അങ്ങനെ എന്തും പറയാം. വ്യാജങ്ങൾ ആർക്കും പരാതിയായി ഉന്നയിക്കാം. ആ പരാതി പറയുമ്പോൾ ഈ പരാതി പറയുന്ന ആളെയും പരാതി അടിച്ചേൽപ്പിക്കപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന, കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെയും കേൾക്കാനാണ് ഈ രാജ്യത്ത് ജുഡീഷ്യറി ഉള്ളത്, കോടതികളുള്ളത്. കോടതി പരാതിക്കാരിയെ മാത്രമല്ല കോടതി കേൾക്കുന്നത്, കോടതി കുറ്റാരോപിതനെയും കേൾക്കും. അവർക്ക് സമർപ്പിക്കാനുള്ള തെളിവുകൾ കാണും, അല്ലേ? ഈ പറയുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂറിനകം പീഡിപ്പിക്കപ്പെട്ടു. ആദ്യ കൂടിക്കാഴ്ച പീഡനമായി, ക്രൂര ബലാത്സംഗമായി, പീഡനമായി എന്ന് പറയുന്ന ആളുകൾ എന്തിനത് കഴിഞ്ഞ് വീണ്ടും
രാഹുലുമായി ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. രാഹുലിനെ കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു. രാഹുലിനെ വിദേശത്ത് കൊണ്ടുപോയി ദിവസങ്ങളോളം കൂടെ കിടന്നു, ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. ഇതൊക്കെ ചോദ്യങ്ങൾ തന്നെയാ. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു? അപ്പൊ എങ്ങനെ ആദ്യത്തേത് പീഡനമാകും? ഇതല്ലേ കോടതി ചോദിക്കുന്നത്. അപ്പോ ഇതൊന്നും കേരളത്തിലെ മാപ്രകൾക്ക്, മാധ്യമങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞാൽ രാഹുലിനെ അങ്ങ് തീർക്കണം. അതിന് ന്യായമോ നീതിയോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളുടെ ഈ പറയുന്ന ജെന്യൂനിറ്റിയോ ഒന്നും പ്രശ്നമല്ല. ഒറ്റ തീരുമാനം, ഒരു വിധിയെഴുത്ത്. രാഹുൽ ക്രൂരനാണ്, രാഹുൽ ബലാത്സംഗ വീരനാണ്, പീഡന വീരനാണ്, ലൈംഗിക വൈകൃതമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയെഴുത്ത്. എന്നിട്ട് കോടതിയിൽ ഈ ആരോപണം, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയണം കോടതിയിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമ നടപടി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ കോടതിയിൽ പരാതിക്കാരിക്ക് വേണ്ടി വാദിക്കാൻ പ്രോസിക്യൂഷൻ ഉണ്ട്, പരാതിക്കാരിക്ക് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘമുണ്ട്. പക്ഷേ കുറ്റാരോപിതന് വേണ്ടി തെളിയിക്കാൻ അയാൾ കാശ് കൊടുത്ത് ഫീസ് കൊടുത്ത് വെക്കുന്ന വക്കീല് വേണം. മാത്രവുമല്ല, താൻ പീഡിപ്പിച്ചു എന്ന് ഒരാൾക്ക് പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ താൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ അവനിക്ക് അത്രയും കഷ്ടപ്പാടുകളുണ്ട്. എന്നിട്ട് കോടതി ഇതിനൊക്കെ തെളിവുകൾ അടക്കം രാഹുൽ മാങ്കൂട്ടം ഓഡിയോ സന്ദേശങ്ങള്, സ്ക്രീൻഷോട്ടുകള്, ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ ഹാജരാക്കി താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം സമർത്ഥിപ്പിക്കുമ്പോൾ കേരളത്തിലെ മാപ്രകള് കോടതിയെ ചോദ്യം ചെയ്യുന്നു, കോടതിയെ അധിക്ഷേപിക്കുന്നു, കോടതിയേക്കാൾ വലിയ കോടതികളാകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമ്പോൾ വീണ്ടും കോടതിയെ വിചാരണ ചെയ്യുന്നു. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ വിചാരണ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോ കോടതിയെ വിചാരണ ചെയ്യുന്നു. ഇവർക്ക് എന്താണ് റോള് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ഈ വേശ്യ മാധ്യമങ്ങൾക്ക്, ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾക്ക്, ഈ കൂട്ടിക്കൊടുത്ത് നക്കുന്ന മാധ്യമങ്ങൾക്ക് എന്താണ് റോള്? ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ ഇവർക്ക് എന്താണ് റോളുള്ളത്? ഒരു റോളുമില്ല. എന്നിട്ടും കോടതിയെ വിചാരണ ചെയ്യുന്നു, കോടതിയെ അധിക്ഷേപിക്കുന്നു, കോടതിയെ ചോദ്യം ചെയ്യുന്നു. ഇത് കോടതിയെ ലക്ഷ്യമല്ലേ? ഇതിനെതിരെ നടപടികൾ വേണ്ടേ? ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് ഈ രാജ്യത്ത്? അതെങ്ങനെ ശരിയാവും? രണ്ട് ഭാഗവും കേൾക്കുക എന്നുള്ളതല്ലേ ന്യായം, എന്നുള്ളതല്ലേ നീതി? ഒരാളുടേത് മാത്രം പറയുക, ഒരു ഭാഗം മാത്രം കേൾക്കുക, ഒരാൾക്ക് അനുകൂലമായി വിധി എഴുതുക, ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഈ വേശ്യ മാധ്യമങ്ങൾ ഇപ്പോ വലിയ കുരുപൊട്ടല. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി, രാഹുൽ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. മത്സരിച്ചാൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോൾ ഈ പണിയെടുത്തതൊക്കെ വെറുതെ. കാരണം എന്താ? ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കണമെങ്കിൽ കുറച്ചൊന്നും ഗഡ്സ് പോരാ. അത് വിജയിച്ച് കയറണമെങ്കിൽ അത്രമാത്രം ജനപിന്തുണ വേണം. അപ്പോൾ ഈ എടുത്ത പണി കൊണ്ടൊന്നും അയാളുടെ ജനപ്രീതിയെ, ജനപിന്തുണയെ തകർക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ വല്ലാത്ത കുരുപൊട്ടൽ. കോടതിയെ ചോദ്യം ചെയ്യുന്നു, കോടതിയെ അധിക്ഷേപിക്കുന്നു, കോടതിക്ക് മുകളിൽ മറ്റൊരു കോടതിയാവാൻ ശ്രമിക്കുന്നു. ഇതാണോ രാജ്യത്തിന്റെ ജുഡീഷ്യറി? ഇങ്ങനെയാണോ ജുഡീഷ്യറി? ഇവർക്ക് എന്താണ് റോൾ? ഈ കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾക്ക് എന്ത് റോളുണ്ട് കേരളത്തിന്റെ ജുഡീഷ്യറിയിൽ, രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ, രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ എന്ത് റോളുണ്ട്? എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, 1-2 ബലാത്സംഗ പരാതികൾ കോടതിയുടെ മുന്നിൽ ധരിപ്പിച്ചില്ലേ? ഈ 1-2 പീഡന പരാതിയിൽ കോടതി തന്നെ പറഞ്ഞതാ, പ്രഥമദൃഷ്ട്യാ ഇത് പീഡനമല്ല, ബലാത്സംഗമല്ല, ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്ന് കോടതി തന്നെ കണ്ടെത്തിയതാ. ഒരാൾ പരാതി കൊടുത്താൽ ബലാത്സംഗമാകുമോ? ഒരാൾ പരാതി കൊടുത്താൽ പീഡനമാകുമോ? ഒരാൾ പരാതി കൊടുത്താൽ മർദ്ദനമാകുമോ? ഒരാൾ പരാതി കൊടുത്താൽ ലൈംഗിക വൈകൃതമാകുമോ? ആകുമോ? ഇതിനൊക്കെ കിടന്നു കൊടുത്ത് ആസ്വദിച്ച ആളുകള് വ്യാജങ്ങൾ പടച്ചുവിട്ട് ഒരു ജനപ്രതിനിധിയെ, ഒരു ജനപിന്തുണയുള്ള ഒരു നേതാവിനെ, നട്ടലുള്ള നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി ഇറങ്ങിയ പരാതിക്കാര് അല്ലേ? ആ പരാതിയെ ഏറ്റുപിടിക്കുന്ന വേശ്യ മാധ്യമങ്ങള് എത്രമാത്രം ഹീനമായ പ്രവൃത്തി! ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെയല്ലേ നിയമ നടപടി വേണ്ടത്? അല്ലേ? മനുഷ്യന് ആണിനുമുണ്ട് മാനം,
പുരുഷനുമുണ്ട് മാനം, അയാൾക്കുമുണ്ട് അന്തസ്, അയാൾക്കുമുണ്ട് ചാരിതാർത്ഥ്യങ്ങള്, അയാൾക്കുമുണ്ട് മാനാഭിമാനങ്ങള്, അയാൾക്കുമുണ്ട് മാനനഷ്ടങ്ങള്. ഇത് പെണ്ണിന് മാത്രമുള്ളതാണോ? സ്ത്രീക്ക് മാത്രമുള്ളതാണോ ഇതൊക്കെ? എന്നിട്ട് കിടന്നിട്ട് വേശ്യ മാധ്യമങ്ങൾ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. രാഹുലിന് ജാമ്യം കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് വല്ലാത്തൊരു വെപ്രാളം, വല്ലാത്തൊരു ആവലാതി, വല്ലാത്തൊരു കുരുപൊട്ടല്. കോടതിയെ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ കോടതിക്ക് മുകളിലുള്ളൊരു കോടതിയാവാൻ ന്യൂസ് റൂമുകൾ ശ്രമം നടത്തുക. ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജുഡീഷ്യറി ഈ രാജ്യത്തില്ല. ഇങ്ങനെ ഒരു നിയമ സംവിധാനങ്ങളോ നിയമങ്ങളോ ഈ രാജ്യത്തില്ല. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ തയ്യാറാവണം. ഇവര് മാപ്പ് പറയണം ഈ സമൂഹത്തോട്. രാഹുലിനെ അധിക്ഷേപിച്ചതിന്, രാഹുലിനെ കരിവാരിത്തേച്ചതിന്, രാഹുലിനെ വേട്ടയാടിയതിന് ഈ പൊതുസമൂഹത്തിന്റെ മുന്നില് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയണം, അല്ലേ? വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എത്രമാത്രം വലിയ വെല്ലുവിളികളാണ് ഈ രാജ്യത്തിന്റെ നിയമത്തോട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമല്ലേ ഇവര് നടപ്പിലാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അജണ്ടകള്, രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടി വീഴ്ത്തണമെന്നുള്ള അജണ്ടകള്, ആ അജണ്ടകള് കോടതിയിൽ പൊളിഞ്ഞു വീഴുമ്പോ ഇവർക്കുണ്ടാവുന്ന അസ്വസ്ഥതയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയല്ലേ നടപടി വേണ്ടത്? കാരണം സ്ത്രീക്ക് മാത്രമല്ലല്ലോ ഈ പറയുന്ന മാനാഭിമാനങ്ങളും മാനങ്ങളും അന്തസ്സും ചാരിതാർത്ഥ്യങ്ങളും ഒക്കെ ഉള്ളത്, പുരുഷനുമില്ലേ? അതും പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, ഒരു MLA, അയാൾക്കുമുണ്ടല്ലോ മാനവും മാനാഭിമാനങ്ങളും മാനനഷ്ടങ്ങളും ഒക്കെ. ഇത്തരത്തിൽ അയാൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാവേണ്ടതില്ലേ? ഈ മാധ്യമങ്ങൾക്കെതിരെ, ഈ വേശ്യ മാധ്യമങ്ങൾക്കെതിരെ